ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു കല്യാണം അങ്ങ് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതോടുകൂടി അർജുൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ എല്ലാവരും ചേർന്ന് അർജുനെ പിങ്കിയുടെ അരികിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അരുണിന് മാത്രം തൻ്റെ ഗൗതം റോയെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ദുഃഖത്തിലാണ്. പക്ഷേ അതൊന്നും ആരുടെയും മുന്നിൽ പറയാനും കഴിയുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു രഹസ്യം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ അർജുനാണെങ്കിൽ എല്ലാം നല്ല പ്രതീക്ഷയിലാട്ടോ. അങ്ങനെ കയ്യിൽ കുറേ മുല്ലപ്പൂവൊക്കെ ചുറ്റി പാവന്തേ പിങ്കിക്ക് അരികിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നന്ദയെയും അച്ഛനെയും രക്ഷിച്ച് നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിലാക്കിയിരിക്കാം. വിക്രമൻ്റെ ആ ഒരു വലിയ ചതിയിൽ നിന്നും രക്ഷിച്ച് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞപ്പോൾ ഗൗതത്തിനെ കുറിച്ച് ഇങ്ങനെ നന്ദയ്ക്ക് മുന്നിൽ ഒരുപാട് വാതോരാതെ സംസാരിക്കുകയാണ് നന്ദയുടെ അച്ഛൻ. ഇതൊന്നും കേട്ടിട്ട് നന്ദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നന്ദയാണെങ്കിൽ അന്നേരത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ, പിന്നെ അയാളെന്ന് വെച്ചാൽ ആരാ, ഹീറോയല്ലേ, അച്ഛൻ മാത്രമേ അയാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ മോളെ നീ നന്ദികേട് പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ മകളോട് പറഞ്ഞു. അയാൾ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകുമായിരുന്നു, നിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ അച്ഛൻ മകളോട് ചോദിച്ചപ്പോൾ എന്നാലും കറക്റ്റ് സമയത്ത് അയാൾ വന്നതൊക്കെ ശരിയാണ്, പക്ഷേ അച്ഛൻ ഈ പറയുന്നത് പോലെയൊന്നും എനിക്ക് അയാളോട് വലിയതൊന്നും തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞു നന്ദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി വന്നു. ഗൗതം കയറി വന്നു കഴിഞ്ഞപ്പം ഗൗതം സാർ വന്നെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകളെ കാണിച്ചു കൊടുക്കുക. അന്നേരം നന്ദ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താ എന്നോട് ദേഷ്യമാണോ അളകനന്ദയ്ക്ക് എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചപ്പം അവൾക്ക് എന്തിനാ ദേഷ്യം, സാറിനോട് അവൾക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ. അത് കേട്ട് കഴിഞ്ഞപ്പം അല്ല എനിക്ക് ദേഷ്യമുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടായത്. മാത്രമല്ല നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ അങ്ങ് പോകേണ്ടിയും വരില്ലായിരുന്നു, ഈ ദുരന്തങ്ങളൊന്നും സംഭവിക്കത്തുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സാറിൻ്റെ ആവശ്യങ്ങൾക്ക് സാറിന് പോയല്ലേ മോളെ പറ്റൂ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. സാറിൻ്റെ ആവശ്യങ്ങൾക്ക് സാറിന് പോയേ പറ്റുള്ളൂ, എന്തിനാ ആ പിങ്കിയെ കണ്ടുപിടിക്കാനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ സ്വാതന്ത്ര്യം തരുന്നു എന്ന് കരുതി ഇതുപോലത്തെ രീതികളിൽ എന്നോട് സംസാരിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ദേഷ്യപ്പെട്ടു. അപ്പോൾ സാർ ക്ഷമിക്കണം, അവളുടെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണെന്നും പറഞ്ഞങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകും സാർ, അതുകൊണ്ടാണല്ലോ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാത്തതെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു ഈ രാത്രിയിൽ. ആരാ? പിങ്കിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. പിങ്കി എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പോൾ പിങ്കിയുടെ കോള് കണ്ടപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ഗൗതം എടുക്കാതെ വന്നപ്പോൾ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ഇവൾ എന്തിനാ ഈ രാത്രി ഇങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ അത് ഗൗതത്തിനാകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. കാരണം ഇന്ന് പിങ്കിയുടെ ഫസ്റ്റ് നൈറ്റാണ്. ആ സമയത്ത് പിങ്കി ഇങ്ങനെ ഗൗതത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ നടപടിയല്ലല്ലോ. ഗൗതം എന്നിട്ട് ഫോൺ എടുത്തിട്ട് പിങ്കിയെ ഉപദേശിക്കുക, എന്താ പിങ്കി നിനക്ക് പറ്റിയത്, ഇന്നത്തെ ദിവസം നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോൺ വിളി കേട്ടുകൊണ്ട് നമ്മുടെ നന്ദയും ആൻറ്റിയും യാദൃശികമായിട്ട് അതിലെ വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സാറിൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവരിതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയം ഇവർ കേൾക്കുന്ന കാര്യം നമ്മുടെ ഗൗതം കാണുന്നുമില്ല, ഗൗതം അറിയുന്നതുമില്ല. അങ്ങനെ ഗൗതം ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അവരത് കേട്ടുകൊണ്ടിരിക്കുക. നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് എനിക്ക് ഒരിക്കലും അർജുനെ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എൻ്റെ മനസ്സിലെന്നും നീയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക ഈ പിങ്കി. അപ്പോൾ കഷ്ടകാലത്തിന് പാവം നമ്മുടെ അർജുൻ അതുവഴി വന്ന് ഇത് കേട്ടോണ്ടാണ് വരുന്നത്. എനിക്ക് ഒരിക്കലും എനിക്ക് ഗൗതം അവനെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ പാവം നമ്മുടെ അർജുൻ ആകെ തകർന്നു പോയിട്ടോ. ആ കയ്യിൽ ചുറ്റി വെച്ചിരുന്ന മുല്ലപ്പൂ ഒക്കെ ഉടഞ്ഞ് താഴെ വീണു. അങ്ങനെ ആകെ എന്താ പറയേണ്ടത്, ആകെ മനസ്സ് തകർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അർജുൻ. കാരണം താൻ അത്രത്തോളം ആഗ്രഹിച്ച് അത്രത്തോളം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് തന്നെ വേണ്ട എന്നുള്ള വാർത്ത അത് അർജുനെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായൊരു കാര്യമാണ്. അപ്പുറ സൈഡിൽ തൻ്റെ ഏട്ടനാണെന്നും കൂടെ അറിഞ്ഞതോടുകൂടി പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? പാവം നമ്മുടെ അർജുൻ തകർന്നു പോയി. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഗൗതത്തിൻ്റെ സംസാരം കേട്ട് നന്ദയ്ക്കും ആൻറ്റിക്കും മനസ്സിലായി പിങ്കിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. അതായത് നമ്മുടെ ഗൗതത്തിന് പിങ്കിയെ കിട്ടിയില്ല എന്നുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയ്ക്കൊരു ചെറിയ ഒരു വിഷമമൊക്കെ. കാരണം സാറിനെ അത്രത്തോളം താൻ ഇറിറ്റേറ്റ് ചെയ്തതാണല്ലോ. പക്ഷേ ഇത്രത്തോളം ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് താൻ ഇങ്ങനെ ആ ഒരു മാനസികമായി വിഷമിപ്പിച്ചത് എന്ന് ഓർത്തപ്പോൾ നന്ദയ്ക്ക് ഒരു വിഷമം. എന്നിട്ട് നന്ദ അത് ആൻറ്റിയോട് പറയുകയും ചെയ്തു. അപ്പം നമ്മളൊന്നും കാണുന്നത് പോലെയല്ല മോളെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളൊന്നും. നമ്മൾ ഒരിക്കലും അവരെ ആ ഒരു ഇതിൽ
കുറച്ച് കാണാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആൻറ്റി എന്നിട്ട് നന്ദയെ ഉപദേശിക്കുക. എന്തായാലും നന്ദയ്ക്ക് അന്നേരം തൊട്ട് നമ്മുടെ ഗൗതത്തിനോട് ചെറിയൊരു അടുപ്പം, ഒരു ബഹുമാനം അതൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവർക്കിടയിൽ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അവിടെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അരുൺ ഇങ്ങനെ സങ്കടപ്പെട്ട് ഒരിടത്ത് പോയിരിക്കുമ്പോൾ പിന്നെ ഈ മൊത്തത്തിലുള്ളത് വല വീശി പിടിക്കാനായിട്ട് പവി മിടുക്കിയായതുകൊണ്ട് പവി നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ പ്രശ്നമെന്ന് പവി ചോദിക്കുകയാണ് അരുണിനോട്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, അരുണേട്ടൻ എന്നോട് കള്ളമൊന്നും പറയണ്ട, ഞാൻ വിവാഹ സമയം തൊട്ടേ പിങ്കിയെ ശ്രദ്ധിക്കായിരുന്നു. പിങ്കിക്ക് എന്തോ വശപ്പശകോ? നിനക്ക് എന്താ പറ്റിയത് പവി? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് വിവാഹ സമയത്ത് മുഴുവൻ സമയവും പിങ്കിയുടെ കണ്ണുകൾ ഗൗതമേട്ടൻ്റെ മുഖത്തേക്കായിരുന്നു, അല്ലാതെ അർജുനെ ഒരിക്കലും അവൾ മൈൻഡേ ചെയ്തിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായത്? ഗൗതമേട്ടനും പിങ്കിയും ലവേഴ്സാണല്ലേ? അതിൻ്റെ ഒരു സങ്കടമാണ് രണ്ടുപേരുടെയും മുഖത്തുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു അരുൺ. അനാവശ്യമൊന്നുമല്ല, സത്യമായ കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അവർ തമ്മിൽ ലവേഴ്സല്ലേ, അവർ തമ്മിൽ പിരിഞ്ഞതിൻ്റെ സങ്കടമല്ലേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ചോദിച്ച് പവി കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പിടികൂടുന്നു. അപ്പോൾ പവി ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ എവിടെ നിന്ന്? അതൊക്കെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അരുണേട്ടൻ പറയണതാണെന്നൊക്കെ എനിക്കറിയാം. അവർ തമ്മിൽ ലവേഴ്സാണെന്നും എനിക്കറിയാം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചോളാം, അതിന് ആരുടെ സഹായം വേണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം പവി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇവിടുത്തെ ഉള്ള സമാധാനം കളയരുത്, മാത്രമല്ല വല്യമ്മയ്ക്ക് നിന്നോട് ഇപ്പോൾ ഉള്ള സ്നേഹം കൂടി നീ ഇല്ലാണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും സ്നേഹം ഇല്ലാണ്ടാക്കുന്നില്ല, ഉള്ള കാര്യം പറയുന്നുള്ളെന്നും പറഞ്ഞു പവി. അന്നേരം അത് അങ്ങനെയും കൂടെ അങ്ങ് വളച്ചൊടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും അരുണിന് ടെൻഷനായി, ദൈവമേ ഇവളെങ്ങാനും കണ്ടുപിടിച്ച് ആകെ കുളമാകുമല്ലോ എന്ന്. ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ അർജുൻ ഇങ്ങനെ ബെഡ്റൂമിൽ വന്ന് അർജുനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ പോലെ പിങ്കി ഇങ്ങനെ അങ്ങോട്ടും മാറി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ജനലിൻ്റെ ചോട്ടിൽ പോയി നിന്ന് നമ്മുടെ ഗൗതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണേ. അങ്ങനെ ഗൗതവുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങൾ, ഗൗതത്തിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്, അങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അർജുൻ വന്ന് ആ കട്ടിലേക്ക് ഇരുന്ന് അവിടെ വിരിച്ചിട്ടിരുന്ന പൂക്കളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എല്ലാം പാഴായി പോയല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പിങ്കി അർജുനോട് നേരിട്ട് തന്നെ പറയുന്നു, എനിക്ക് ഒരിക്കലും തന്നെ എൻ്റെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല. ഞാൻ അന്നേ തന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ തനിക്കായിരുന്നു വാശി മുഴുവൻ ഈ വിവാഹം നടക്കണമെന്ന്. ഈ ജന്മം എൻ്റെ ഭർത്താവായി തന്നെ ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവം നമ്മുടെ അർജുനോട് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ തകർന്നു പോയിട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നിമിഷത്തേക്ക് അർജുൻ്റെ തലയിൽ കൂടി ഇങ്ങനെ പെരുപ്പ് കയറിപ്പോയി. കാരണം ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് പോലും അർജുൻ ചിന്തിച്ചു. അർജുൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ഇനി ജീവിതത്തിന് അർത്ഥമില്ലാതായി കഴിഞ്ഞപ്പോൾ തൻ്റെ ഏട്ടനൊരു തടസ്സമായി താൻ ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ മരിക്കാനുള്ള ആ ഒരു ഇതുപോലും കാണിക്കുന്നു. കാരണം അത്രത്തോളം പിങ്കിയെ അർജുൻ ഇഷ്ടപ്പെട്ടതാണ്. അവിടുന്നാണ് ഒന്നുമില്ലാതാക്കി കളയുന്നത് ഈ പിങ്കി. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അർജുൻ പുറത്തു പോയി സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി പെട്ടെന്ന് അർജുൻ്റെ അമ്മ വന്നപ്പോൾ മകൻ ഇങ്ങനെ ആദ്യരാത്രിയായിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുക. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ ഒരു ടെൻഷനും വിഷമവും. എന്താ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പോൾ ഒരു പക്ഷേ പവി പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യം കാണുമോ എന്നൊക്കെ ഒരു നിമിഷത്തേക്ക് അമ്മയും ചിന്തിക്കുന്നു. എന്നിട്ട് അവരും ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ മകനോട് ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കാനും പറ്റത്തില്ല, ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അറിയത്തില്ല. അങ്ങനെ അവരും ആകെ വട്ടം ചുറ്റി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും പിങ്കി ഇപ്പോൾ ഇന്ദിരാപുരത്തിൽ കയറി കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഗൗതം അവിടെ മറ്റൊരു ജീവിതം, അത് മിക്കവാറും നന്ദയുമായിട്ടുള്ള ആ ഒരു കല്യാണം കാര്യങ്ങളും ഒക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. കാരണം വിക്രമനിപ്പോൾ ഗൗതത്തിനോടുള്ള ദേഷ്യമെന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്തതാണ്. എന്തായാലും ഈ സമയത്ത് വിക്രമൻ നമ്മുടെ ഗൗതത്തിനെ കൊല്ലാൻ ഒരുങ്ങും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. പകയുമായിട്ട് ഈ കല്യാണം മുടങ്ങിയതിൻ്റെ ദേഷ്യത്തിൽ വിക്രമൻ അവിടെ പോയി ഇരിക്കുക. അവനെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ ഭാവി തകർത്തവനാണ് അവൻ. കൈയെത്തുന്ന തുമ്പത്ത് എനിക്ക് അവളെ കിട്ടിയതാ, അവിടെ നിന്ന് എന്നെ ചതിച്ച് അവളെയും കൊണ്ട് പോയ അവനെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ മിന്നിമറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഗൗതത്തിന് ഫോണിൽ വിളിക്കപ്പോൾ ഗൗതം പറഞ്ഞത്, ഒരിക്കലും പിങ്കി നീ എന്നെ ഇനി വിളിക്കരുത്, ഇത് ഷെയിമാണ്, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല, നമ്മൾ തമ്മിൽ അനിയത്തി ചേട്ടൻ ബന്ധമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇതൊന്നും
പിങ്കി കേൾക്കാൻ തയ്യാറല്ല. പിങ്കിക്ക് ഇത് കേൾക്കുകയും വേണ്ട. അങ്ങനെ പിങ്കി ഒരു വക രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നെഞ്ച് തകർന്നിങ്ങനെ നമ്മുടെ അർജുൻ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കഥ മുന്നോട്ട് വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.